ഹലോ സ്റ്റുഡൻസ്, ഞാൻ പർവീൻ KT, ഗസ്റ്റ് ES ഇൻസ്ട്രക്ടർ, ഗവൺമെൻറ് ITI കൊഞ്ഞമ്പാറ. ഇന്ന് നമുക്ക് എൻ്റർപ്രണർഷിപ്പ് സ്കിൽസിലെ സെക്കൻഡ് ലെസണായ എൻ്റർപ്രണറിയൽ മോട്ടിവേഷൻ, പെർഫോമൻസ് ആൻഡ് റെക്കോർഡ് എൻ്റർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. ഇതിൽ എൻ്റർപ്രണറിയൽ മോട്ടിവേഷൻ എന്ന് പറയുമ്പം പ്രേരണയാണ്. The word motivation has its origin in the Latin word mover, meaning to move. Psychologically, it means an inner or environmental stimulus to action, forces, or the factors that are responsible for initiation, സബ്സ്റ്റെയിനിങ് ബിഹേവിയർ. അതായത് മോട്ടിവേഷൻ എന്ന വാക്കിൻ്റെ ഉദ്ഭവം ലാറ്റിൻ ഭാഷയിലുള്ള മോവർ എന്ന വാക്കിൽ നിന്നാണ് വന്നത്. അതിൻ്റെ അർത്ഥം മുന്നോട്ട് നീങ്ങുക എന്നതാണ്. സ്വയം അല്ലെങ്കിൽ പ്രകൃതി കാരണത്താൽ സ്വഭാവത്തെ മാറ്റം വരുത്താനുള്ള ഉത്തേജ കാരണമാണ് മോട്ടിവേഷൻ. ഉദാഹരണം, ഒരു ചൂട് പാത്രം കയ്യിൽ തട്ടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മാറ്റണേ, അതാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്, അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എൻ്റർപ്രണറിയൽ പെർഫോമൻസ് ആൻഡ് റിവാർഡ്സ്. പെർഫോമൻസും റിവാർഡ്സും ഇൻ്റർ കണക്റ്റഡ് ആണ്. പെർഫോമൻസ് നല്ലതായാലേ റിവാർഡ്സ് കിട്ടുകയുള്ളൂ. സോ എൻ്റർപ്രണറിയൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ, ഫിനാൻഷ്യൽ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് മാർക്കറ്റിംഗിൻ്റെ ഒത്തുചേരലാണ്. ബിസിനസ്സിൻ്റെ സക്സസ്സിന് ഇതൊക്കെ കാരണമാവുന്നു. എൻ്റർപ്രണറിയൽ പെർഫോമൻസ്. The various measures of business performance include longevity of survival, or more popularly, age of the enterprise, sales growth in market share, growth in market scope, growth in investment, additional units created via acquisition and diversification, growth in number of employees, profit and so on. ഇവിടെ എൻ്റർപ്രണറിയൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഒരു എൻ്റർപ്രൈസിൻ്റെ പ്രവൃത്തിയെയാണ് പ്രതിപാദിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ബിസിനസ് പെർഫോമൻസ് അളക്കാനുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബിസിനസ് തുടങ്ങിയ കാലയളവ് എത്രയാണോ അത് അനുസരിച്ച് നമുക്ക് ബിസിനസ് പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റും. സെയിൽസ് കൂടുന്നതനുസരിച്ച് മെഷർ ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ മാർക്കറ്റ് ഷെയർ ഗ്രോത്ത്, പിന്നെ മാർക്കറ്റ് സ്കോപ്പ് എന്ന് പറയുമ്പം ഒരു പ്രൊഡക്റ്റ് ഏത് ലെവൽ മാർക്കറ്റിലാണ് ലഭ്യമാവുന്നതനുസരിച്ച്, അതായത് ലോക്കൽ മാർക്കറ്റിലാണോ, നാഷണൽ മാർക്കറ്റിലാണോ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണോ. ഇപ്പോൾ ലോക്കൽ മാർക്കറ്റ് എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ ദിനേശ് ഫുഡ്സ്, ഓക്കെ. നാഷണൽ എന്ന് പറയുമ്പോൾ പതഞ്ജലി പ്രൊഡക്ട്സ്. പിന്നെ ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പം ലേസ്, കോള, അതേമാതിരി പെപ്സി, ഓക്കെ. ഗ്രോത്ത് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പം എത്രമാത്രം ഫിനാൻസ് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത്. എഡീഷണൽ യൂണിറ്റ്സ് എന്ന് പറയുമ്പം എക്വസിഷൻ വഴിയോ അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ വഴിയോ എത്ര നമ്മളെ കമ്പനി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള അർത്ഥത്തിലാണ്. എക്വസിഷൻ എന്ന് പറയുമ്പം ഒരു പുതിയ വേറെ കമ്പനി ഏറ്റെടുത്ത് അത് കൊണ്ടുപോവുക. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പം ഒരു പ്രൊഡക്റ്റിൽ തന്നെ പല ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ ആദ്യം കോൾഗേറ്റ് ഒരു പ്രൊഡക്റ്റ് മാത്രമായിരുന്നു, ഇന്നിപ്പം
കോൾഗേറ്റിൽ തന്നെ കോൾഗേറ്റ് എന്ന ബ്രാൻഡ് നെയിമിൽ തന്നെ പല ഐറ്റംസ് നമുക്ക് ലഭ്യമാണ്. ഫോർ എക്സാമ്പിൾ കോൾഗേറ്റ് മാക്സ് ഫ്രഷ്, സെൻസിറ്റീവ്, വേദ് ശക്തി തുടങ്ങിയവ. പിന്നെ ഗ്രോത്ത് ഇൻ നമ്പർ ഓഫ് എംപ്ലോയീസ്, അതായത് ബിസിനസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എംപ്ലോയീസും വർദ്ധിക്കും, എംപ്ലോയീസിൻ്റെ നമ്പറും വർദ്ധിക്കും. പിന്നെ പ്രോഫിറ്റ്, പ്രൊഡക്റ്റ് സെയിൽസ് കൂടുന്നതനുസരിച്ച് പ്രോഫിറ്റും വർദ്ധിക്കും. ഇതൊക്കെ എൻ്റർപ്രണറിയൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന ടൂൾസാണ്. എൻ്റർപ്രണറിയൽ റിവാർഡ്സ്. The personal rewards of entrepreneurship extend beyond business performance. The reward indicates the outcomes of the activity or the activity itself. Two types of rewards: extrinsic rewards and intrinsic rewards. Entrepreneurial rewards എന്താണെന്ന് നോക്കാം. ഒരു എൻ്റർപ്രൈസിൽ ഇൻപുട്ട് ഉണ്ട്, പ്രോസസ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഉണ്ട്. ഇൻപുട്ട് എന്ന് ഇവിടെ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ്, അതായത് ലാൻഡ്, ലേബർ, മെഷീൻ, മണി, എക്സെട്ര. പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പെർഫെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ക്വാളിറ്റി ക്വാണ്ടിറ്റിയിൽ പെർഫെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന കാര്യത്തെയാണ് പ്രോസസ്സിംഗ് എന്ന് ഇവിടെ പറയുന്നത്. പിന്നെ ഔട്ട്പുട്ട്, റിവാർഡാണ് ഇവിടെ ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തിയോ ജോലിയോ ചെയ്യുന്നതിൻ്റെ പ്രതിഫലമാണ് റിവാർഡ്സ് എന്ന് പറയുന്നത്. ടു ടൈപ്സ് ഓഫ് റിവാർഡ്സ് ഉണ്ട്. ഒന്ന് എക്സ്ട്രിൻസിക് റിവാർഡ്സ് ആൻഡ് ഇൻട്രിൻസിക് റിവാർഡ്സ്. ഇൻട്രിൻസിക് റിവാർഡ്സ്. Intrinsic rewards are by their nature non-physical, intangible, and emotionally driven. They are not the kind of thing you can see or touch, but they still have emotional and motivational power. They are usually linked to a sense of recognition, achievement, or satisfaction of a job well done. റിവാർഡ്സ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ, ജോലി ചെയ്യുന്നതിൻ്റെ പ്രതിഫലമാണ് റിവാർഡ്സ് എന്ന്. അപ്പോൾ അതിൽ ആദ്യത്തെ ഇൻട്രിൻസിക് റിവാർഡ്സ് എന്താണെന്ന് നോക്കാം. ഇൻട്രിൻസിക് റിവാർഡ്സ് എന്ന് പറയുമ്പം നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്തതാണ് ഇൻട്രിൻസിക് റിവാർഡ്സ്. ഇത് നമുക്ക് ജോലിയിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, ജോലി ചെയ്യുമ്പോഴുള്ള അന്തരീക്ഷവും പിന്നെ ചുറ്റുവട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ജോലിയിൽ മനസ്സോടെ സത്യസന്ധതയോടെ ചെയ്യാനുള്ള ഒരു പാഷൻ ആണ് ഇൻട്രിൻസിക് റിവാർഡ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വളരെയധികം ഉപകരിക്കും. ഇത് ക്യാഷായിട്ട് അല്ല ഇതിൽ പറയുന്നത്. ഇൻട്രിൻസിക് എന്ന് പറയുന്നത് ഇമോഷണലി ആണ്. എക്സ്ട്രിൻസിക് റിവാർഡിനെ കാട്ടും ദൈർഘ്യമുള്ളതാണ് ഇൻട്രിൻസിക് റിവാർഡ്. ഉദാഹരണം, ഒരു പോയറ്റിന് വേർഡ്സ് കൂട്ടിച്ചേർത്ത് ഒരു പദ്യം രൂപകൽപ്പന ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അതേപോലെ ഒരു കളിക്കാരനു വിജയം കൈവരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഇതൊക്കെയാണ് ഇൻട്രിൻസിക് റിവാർഡ്. ഇവിടെ ഇൻട്രിൻസിക് റിവാർഡ് ഒരു എൻ്റർപ്രണറിനു സംബന്ധിച്ച് ഇൻവെൻറ്റീവ് ആയതോ അല്ലെങ്കിൽ ഇന്നൊവേഷൻ ആയതോ കൊണ്ടുവരുമ്പോഴാണ് ഇൻട്രിൻസിക് റിവാർഡ് കിട്ടുന്നത്. ഇൻട്രിൻസിക് റിവാർഡിൻ്റെ അനുസരിച്ചാണ് എൻ്റർപ്രണറിന് പ്രവൃത്തി ചെയ്യാനുള്ള, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള പ്രേരണ കൂടുന്നത്. Extrinsic rewards. An extrinsic reward is a tangible and visible reward given to an individual for achieving something. Example, salary hike, bonus, profit, or public recognition. Apart from income and wealth that business ownership may bring forth, it may also be a source of career continuity
for family measures of the entrepreneur. ഇൻട്രിൻസിക് റിവാർഡ് ടാഞ്ചിബിൾ ആണ്, അത് കാണാനും തൊടാനും പറ്റുന്നതാണ് എന്നാണ് പറയണത്. ഫോർ എക്സാമ്പിൾ വെൽത്ത്. ഒരു എൻ്റർപ്രണറിന് എക്സ്ട്രിൻസിക് റിവാർഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. An entrepreneur will always try to maximize the profit. അതുവഴി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യാൻ. എക്സ്ട്രിൻസിക് റിവാർഡ് എന്ന് പറയുമ്പം സാലറി, പിന്നെ ബോണസ്, പ്രോഫിറ്റ്, ഇതൊക്കെയാണ്. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അനുസരിച്ച് എംപ്ലോയീസിന് സാലറി കൂട്ടും, ബോണസും ഉണ്ടാവും. അതേപോലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡും കൂട്ടാൻ പറ്റും. Entrepreneurial opportunity. The entrepreneur can select suitable industrial opportunities based on agro-based industries, mechanical and metallurgical based industry, electronic based industries, ceramic industries, food-based industries, local demand-based industries. ഇന്നത്തെ കൊറോണ വൈറസ് മൂലം അനുഭവിക്കുന്ന പ്രശ്നത്തിൽ ഒന്നാണ് ജോലിയില്ലായ്മ. ഇതിൽ നിന്ന് കരകയറാനായി ഓരോരുത്തരും സെൽഫ് മോട്ടിവേറ്റഡ് ആയി കോൺഫിഡൻ്റ് ഉള്ള എൻ്റർപ്രണർ ആയി മുന്നിൽ വരേണ്ടതാണ്. ആരും ഒരേപോലെ ക്വാളിഫൈഡ് അല്ല. അതുപോലെ തന്നെ ഓരോരുത്തരെയും അഭിരുചി വ്യത്യാസമാണ്. നമ്മുടെ അഭിരുചി അനുസരിച്ച് തിരഞ്ഞെടുക്കേണ്ട മേഖലകൾ നമ്മുടെ മുന്നിൽ ഏറെയുണ്ട്. അതിന് സഹായിക്കാൻ ഗവൺമെൻറ്റുമുണ്ട്. ലോൺ വിത്തൗട്ട് ഇൻട്രസ്റ്റ് ഉള്ളത് കാരണം സ്റ്റാർട്ടപ്പേഴ്സിന് ഏറെ സഹായകരമാണ്. പക്ഷേ എല്ലാത്തിനും ഉപരി അൺഎംപ്ലോയ്മെൻറ്റ് ഓവർകം ചെയ്യാനായി അൺഎംപ്ലോയബിലിറ്റി ഓവർകം ചെയ്യേണ്ടതാണ്. സോ നമുക്ക് ഇനി എൻ്റർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റി ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, എഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി. എഗ്രികൾച്ചർ ബേസ്ഡ് ഇൻഡസ്ട്രിയുടെ എക്സാമ്പിൾ കോട്ടൺ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഷുഗർ ഇൻഡസ്ട്രി, പേപ്പർ എക്സെട്രയാണ്. ഇവിടെ എഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആണ് റോ മെറ്റീരിയലായി യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ എക്കണോമിയിൽ ഇൻകം ലെവൽ കൂട്ടാൻ ഏറെ സഹായിക്കും. അതിന് പുറമെ വുമൻസിന് എംപ്ലോയ്മെൻറ്റും ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. ഇത് പിന്നോക്ക വിഭാഗത്തിലുള്ളവരുടെ വളർച്ചയെ സഹായിക്കുന്നു. പ്ലാന്റേഷൻ, ഡയറി ഫാം തുടങ്ങിയവ താല്പര്യമുള്ളവർക്ക് ഉത്തമമാണ്. കുറഞ്ഞ ക്യാപിറ്റൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സെക്കൻഡ്, മെറ്റലർജിക്കൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. നല്ല കാരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയാണ് ഇത്. ഇതിൻ്റെ ഭാഗമായി വ്യത്യസ്ത ബ്രാഞ്ചിലേക്കുള്ള കോഴ്സുകൾ ലഭ്യമാണ്. ഫോർ ന്യൂ ജനറേഷൻ ഫ്രീ കോഴ്സസ് ലഭിക്കുന്നുണ്ട്. ഗവൺമെൻറ് അത് തരുന്നുണ്ട്. അതറിഞ്ഞിട്ട് അതിൻ്റെ കോഴ്സ് എടുത്ത് സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയാൽ ആ പുതിയ എൻ്റർപ്രണേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കും. തേർഡ് വൺ, ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ്. ഇന്ന് പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളും ഈ മേഖലയിൽ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ സജീവമാണ്. ഫോർത്ത്, സെറാമിക് ഇൻഡസ്ട്രീസ്. എൻ്റർപ്രണറിനു പ്രോപ്പർ പ്ലാൻ, പ്ലേസ്, പ്രൈസ്, അഡ്വാൻസ്ഡ് പ്രോഡക്റ്റ് ടൈപ്പ് മനസ്സിലാക്കി ഈ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം കിട്ടും. നല്ല പ്രോഫിറ്റ് കൈവരിക്കാൻ പറ്റിയ മേഖലയാണ്. പബ്ലിക്കിന് സെറാമിക് പ്രോഡക്ട്സ് കൂടുതൽ ആകർഷിക്കുന്നു. ഫിഫ്ത്ത്, ഫുഡ് ബേസ്ഡ് ഇൻഡസ്ട്രി. ഫുഡ് ബേസ്ഡ് ഇൻഡസ്ട്രി പല രീതിയിലുണ്ട്.
ഇതിൽ കൾട്ടിവേഷൻ മുതൽ മാർക്കറ്റിംഗ്, സെയിൽസ് വരെ ഉൾപ്പെടും. ദാറ്റ് ഈസ് ഫ്രം ഫാം ടു ഫ്ലോക്ക്. ഫാമേഴ്സിന് അവിടുന്ന് നിന്ന് അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്ത് നല്ലൊരു എൻ്റർപ്രനറിലേക്ക് ചെന്നെത്താൻ പറ്റും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലിസ്റ്റ്, ഒരുപാടുണ്ട്. ലോക്കൽ ഡിമാൻഡ് ബേസ്ഡ് ഇൻഡസ്ട്രി. ലോക്കൽ ഡിമാൻഡ് ബേസ്ഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ആദ്യം അനലൈസ് ചെയ്ത് ഏതാണോ തിരഞ്ഞെടുക്കേണ്ടത്, ഏതിനാണ് ഡിമാൻഡ് കൂടുതൽ എന്ന് മനസ്സിലാക്കി വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഏതിനാണ് ഡിമാൻഡ് പോസിബിലിറ്റി കൂടുതലാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എൻ്റർപ്രണർ സ്റ്റാർട്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, നെക്സ്റ്റ് കൂടുതൽ ഡിമാൻഡ് വരാൻ ഉള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൊബൈൽ എക്സസറീസ്, എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ്, ഹാൻഡ് ക്രാഫ്റ്റഡ് വുഡ് പ്രൊഡക്ട്സ്, ഇതൊക്കെയാണ്. സോ നമ്മൾ ഇവിടെ എൻ്റർപ്രണറിയൽ മോട്ടിവേഷൻ, പെർഫോമൻസ്, റിവാർഡ്സ്, പിന്നെ എൻ്റർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി. കൊറോണയെ അതിജീവിക്കാൻ പഠിക്കുന്നതിനൊപ്പം എംപ്ലോയബിലിറ്റിയിലൂടെ അതിജീവിക്കാൻ നമുക്ക് പഠിക്കാം. താങ്ക് യു.